പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 6-ാം ഞായറാഴ്ച കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് പിതാവിൻ്റെ ആകർഷണവും കൃപയും ഉണ്ടായതിന് നമുക്ക് നന്ദി പറയാം. പലയിടങ്ങളിലായിരുന്നവരെ ഇവിടെ ആകർഷിച്ചുകൊണ്ടെന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നവർ, വരുന്നതിന് തടസ്സമുണ്ടായവർ, ആശുപത്രികളായിരിക്കുന്നവർ, പലവിധമായ പ്രതിബന്ധങ്ങളാൽ മനസ്സും ഹൃദയവും മാത്രം ഇവിടെ എത്തി ശരീരം ദൂരെയായിരിക്കുന്നവർ, ഇവരെല്ലാവരും യേശുവിനെ നാമത്തിൽ സ്വാഗതം ചെയ്ത് ഇന്നത്തെ ആരാധന ആത്മാവിലും സത്യത്തിലുമാകാം. പരിശുദ്ധാത്മാവിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ് സന്തോഷം ഇതിൽ ക്രിസ്തുവിനെ സേവിച്ച് മനുഷ്യർക്കുള്ളാവുന്നവരാകുവാൻ നമ്മുടെ ആരാധന പ്രയോജനകരമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസത്തെ സന്ദേശത്തിൻ്റെ ബാക്കി നമ്മൾ ഇന്ന് തുടരുകയാണ്. നമ്മൾ ഇടർച്ച ഉണ്ടാക്കുന്നവരാകാതെ അനുഗ്രഹം കൊടുക്കുന്നവരായി തീരുവാൻ നമ്മൾ യേശുവിനെ തന്നെ ധരിക്കണമെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം പഠിക്കുന്നത്. റോമർ 13:14 യേശുക്രിസ്തുവിനെ തന്നെ വസ്ത്രം ധരിക്കുന്നവർ ധരിച്ചാലേ നമുക്ക് അനുഗ്രഹം അനുഭവിക്കുന്നവരും അനുഗ്രഹം കൊടുക്കുന്നവരുമായി തീർന്ന് യേശുവിനോട് ചേരുന്നവരാകാൻ സാധിക്കുമെന്ന് ഇന്നലെ പഠിച്ചു. ഇന്ന് കുറേ കൂടെ ആഴമായി ആ സന്ദേശത്തിൽ മറ്റു ചില വശങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതം ജന്മസാഫല്യം അടയുവാൻ എന്തിനു വേണ്ടി നമ്മളെ ദൈവം സൃഷ്ടിച്ചോ ആ കാര്യം സാധിക്കുമ്പോഴാണ് നമുക്ക് ജന്മസാഫല്യം അടയാൻ സാധിക്കുന്നത്. ജന്മസാഫല്യം അടയാത്ത സാഹചര്യത്തിൽ വേദനയും സങ്കടവും ദുഃഖവുമാണ് ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഒരു വേദഭാഗത്തിൽ തള്ളയുടെ പാലിൽ കുട്ടിയെ പാകം ചെയ്യുന്നൊരു വചനങ്ങൾ അതെവിടെയായിരുന്നു എന്നൊന്ന് പറയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? പുറപ്പാട് ദിവസവും എത്രാമത്തെ 21-ാം അധ്യായത്തിൻ്റെ എത്രാമത്തെ വാക്യമാണ്? അതൊന്ന് പറയാമോ? അതിൻ്റെ അർത്ഥം എന്താണ്? പെന്തക്കോസ്തിയുമായിട്ടുള്ള ബന്ധം അതിനെന്താണ്? പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 6-ാം ഞായറാഴ്ച ഈ വേദഭാഗം പിതാക്കന്മാരെന്തിനാണ് വായിച്ചത്? ആ വാചകം ഒന്നുകൂടെ പറയാമോ? തള്ളയുടെ പാലിൽ കുട്ടിയെ പാകം ചെയ്യരുന്നില്ലേ? എന്താ അതിൻ്റെ കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിവിടെ എങ്ങാനും തള്ളയുടെ പാലിൽ കുട്ടിയെ പാകം ചെയ്യാറുണ്ടോ? നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് അത്. ഇസ്രായേൽക്കാരുടെ കാലത്ത്, ആ പഴയ നിയമകാലത്ത് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അതിലെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, തള്ളയാടും പിള്ളയാടും തള്ളയുടെ പാലും എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ ആ കാര്യം നടന്നെങ്കിൽ ദൈവത്തിനും സൃഷ്ടിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. തള്ളയുടെ പാലിനെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പിള്ള വളരണം അല്ലേ? തള്ളയുടെ പാല് കുടിച്ച് പിള്ള വളരണം. അപ്പോൾ തള്ളയ്ക്കും സന്തോഷം, പിള്ളയ്ക്കും സന്തോഷം, പാലിനും സന്തോഷം. അതാണ് എല്ലാവരുടെയും പ്രാണാനുഭവം ദൈവം അറിയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആടിനും പ്രാണനുണ്ട്, തള്ളയാടിനും പിള്ളയാടിനും ഒക്കെയും പ്രാണനുണ്ട്. ആ തള്ളയാടിൻ്റെ ഉണ്ടാകുന്നത് പിള്ളയെ വളർത്താനാണ്, അതിനെ കൊല്ലാനല്ല. എന്നാൽ ഒരു പിള്ളയെ കൊന്നിട്ട് തള്ളയുടെ പാല് പിഴിഞ്ഞ് ആ പാലിനകത്തോട്ട് ഇതിൻ്റെ മാംസക്കഷ്ണം ഇട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് രുചിയൊക്കെ ആയിരിക്കും. പക്ഷേ തള്ളയ്ക്ക് സങ്കടമാണ്, പിള്ളയ്ക്കും സങ്കടമാണ്, പാലിനും സങ്കടമാണ്. കാര്യം എന്താ? ജന്മസാഫല്യം അടയാനൊത്തില്ല. അതാ അത്യാഗ്രഹത്തോടെ വളരേണ്ട ഒരു പിള്ളയാടിനെ കൊന്നിട്ട് അതിനെ പാകം ചെയ്യാൻ നേരത്തെ തള്ളയുടെ പാല് പിഴിഞ്ഞ് അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല രുചിയായിരിക്കും. പക്ഷേ തള്ള കരയുകയായിരിക്കും, അയ്യോ എൻ്റെ പാൽ എൻ്റെ കുട്ടിക്ക് കുടിച്ച് വളരാനൊക്കുന്നില്ലല്ലോ, അതിനെ കൊന്നല്ലോ. പാലിനും ഒരു സങ്കടമുണ്ട്. പാല് ജന്മസാഫല്യം അടയുന്നത് എപ്പോഴാണ്? ആ തള്ളയുടെ പാല് കുട്ടി കുടിച്ചിട്ട് കുട്ടിയും വളർന്ന് തള്ളയെ പോലെ അത് വളരുന്ന കാണുമ്പോഴാണ് പാലിന് സന്തോഷം. 3 കൂട്ടർക്ക് സങ്കടം വരും. അതിനെ സൃഷ്ടിച്ച കർത്താവിനൊരു സങ്കടം വരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഓരോ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നടന്നെങ്കിലേ സന്തുഷ്ടിയും സംതൃപ്തിയും ദൈവപ്രസാദവും ഉണ്ടാകുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ രുചിയും നമ്മുടെ താല്പര്യവും മാത്രം നോക്കി ഏതെങ്കിലുമൊക്കെ ചെയ്താൽ വേറെ ആർക്കെങ്കിലും ദുഃഖിച്ചെന്നിരിക്കും. അപ്പം നമ്മുടെ എല്ലാ ജീവിതവും ജീവനവും ദൈവത്തെയും നമ്മളെയും മാത്രമല്ല സൃഷ്ടികളെയും പ്രകൃതിയെയും പക്ഷിമൃഗാദികളെ പോലും സന്തോഷിപ്പിക്കുന്നതായിരിക്കണമെന്നാണ്. ഈ പക്ഷിമൃഗാദികളെല്ലാം ആവശ്യമാണെന്നത്. ദൈവം തമ്പുരാൻ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. എല്ലാ ജീവികൾക്കും ഉദ്ദേശമുണ്ട്. നമുക്ക് ചിലത് ഉപദ്രവമായിട്ട് തോന്നുമ്പോൾ കൊതുക് നമുക്കിഷ്ടമുണ്ട് കൊതുകിനെ. പക്ഷെ എന്തിനാണ് കൊതുക് ജീവിക്കുന്നത്? കൊതുക് എല്ലായിടത്തും ഇല്ലേ? എല്ലാ കാലത്തും ഉണ്ട്, എല്ലാ ഇടങ്ങളിലും ഉണ്ട്. കൊതുകിൻ്റെ കാര്യം വേദസ്വത്തിലുണ്ട് താനും. കൊതുകിൻ്റെ കാര്യം വേദസ് വായിച്ചിട്ടുണ്ടോ? കൊതുക് പോലെ പെട്ടെന്ന് നമ്മൾ ചാകാൻ സാധ്യതയുണ്ടെന്ന്. കൊതുക് ചാകുന്ന കാണുമ്പോൾ ഇതുപോലെ നമ്മളും ചാകാൻ
ഒറ്റയടിക്ക് നമ്മളെ കൊല്ലാൻ കഴിവുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. ആകാരം വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ ആയിരിക്കും. ഒരു കൊതുക് പോലെയുള്ളൂ നമ്മുടെ ഈ ലോകത്തിൽ. പക്ഷേ അതിനെ കൊല്ലാൻ കൊതുകിൻ്റെ വലയുണ്ട്. കൊതുകിനെ കൊല്ലാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. തല്ലിക്കൊല്ലാൻ പലതരത്തിൽ പെട്ടെന്ന് ചത്തു പോവുകയും ചെയ്യും. കൊതുകിൻ്റെ വല കൊണ്ട് അതിനെ പിടിച്ച പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും കേൾക്കാൻ സാധിക്കും. കഥ കഴിഞ്ഞതിൻ്റെ അതുപോലെ ഒന്നും പൊട്ടാനും തെറിക്കാനേ നമ്മൾ ഉള്ളൂ. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ സംരക്ഷണം ലഭിക്കൂ എന്നുള്ളൊരു തത്വം. അപ്പോൾ ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. അതെല്ലാം ജീവിക്കണം, അതിനെല്ലാം സംരക്ഷിക്കപ്പെടണം. ദുഷ്ടമൃഗങ്ങളെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശങ്ങളുണ്ട്. ദുഷ്ടമൃഗങ്ങളെ നമുക്കിഷ്ടമില്ല. കടുവായും പുലി ആനയൊക്കെ അതിനെ വനത്തിൽ സംരക്ഷിക്കുക, അതിനെ കൊല്ലാൻ സമ്മതിക്കുമോ? അതിനൊരു ഉപയോഗമുണ്ട്, നമ്മൾ അറിയുന്നില്ല. അത് മനുഷ്യജാതിയുടെ നിലനിൽപ്പിന് ഇതെല്ലാം ആവശ്യമാണ്. നോഹ പെട്ടകത്തിൽ കയറിയപ്പോൾ എല്ലാ ജീവജാലങ്ങളെയും ഈ രണ്ട് ആണും പെണ്ണുമായിട്ട്, അങ്ങനെയാണ് ആൺകൊതുകിനെയും പെൺകൊതുകിനെയും കൂടെ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കൊതുകുള്ളത്. അതിന് ഏതാണ്ട് ഉദ്ദേശമുണ്ടല്ലേ? ഈ കൊതുക് കുടിക്കുന്ന രക്തം എന്നാ രക്തമാണ്? തൊലിപ്പുറത്തെ നമ്മുടെ അശുദ്ധ രക്തം അതിന് കുടിക്കാൻ നല്ല രക്തം അതിന് കിട്ടുകയില്ല. ഈ ഓരോ കൊതുകും കടിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവ് എന്തിനാണ് ഈ കൊതുകിനെ സൃഷ്ടിച്ചത്? കൊതുക് നോക്കയുടെ എളുപ്പകാലത്തിൽ അങ്ങ് ചത്തു കൊണ്ടായിരുന്നല്ലോ. അത് ചത്തിരുന്നെങ്കിൽ എന്നെ ഇപ്പോൾ കുത്തുകയില്ലായിരുന്നല്ലോ. അതിൻ്റെ വംശവും നിലനിർത്തിയതുകൊണ്ടാണ് എന്നെ ഒന്ന് കുത്തിയത്. അതിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ സൂചിച്ചിട്ടുണ്ടോ? നമുക്ക് ശല്യമാണ് കൊതുക് കുത്തുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാ അരിശമാണ് അല്ലേ? പക്ഷെ അതും പ്രാർത്ഥനാ വിഷയമാക്കി അതിന് ഉപയോഗമുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് ഉപയോഗം കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉപയോഗമുണ്ട്, പ്രാർത്ഥിച്ചാൽ അറിയാം. അപ്പോൾ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതിനെ നമുക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. കൊതുക് രോഗാണുക്കളെ കൊണ്ടായിരിക്കും വരുന്നത്. ഉടനെ തന്നെ പ്രാർത്ഥിക്കാമെങ്കിൽ ആ രോഗത്തെ ചെറുത്ത് നിൽക്കുന്ന പ്രതിരോധ ശക്തി നമുക്ക് വളർത്തിയെടുക്കാൻ അതിനെ ഒരു ചികിത്സയായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അത് ചെയ്തിട്ടുണ്ടോ? അപ്പം കൊതുക് മാത്രം മന്ദരോഗം, വേറെ പല രോഗങ്ങൾ വരുന്നുണ്ട്. പലതരം രോഗങ്ങൾ കൊതുക് വരുത്തുന്നുണ്ട്. പക്ഷേങ്കിൽ അത് കുത്തുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ ആ രോഗത്തെ ചെറുത്ത് നിൽക്കുന്ന തൻ്റെ നമ്മുടെ ശരീരത്തിൽ വന്നാൽ പിന്നെ കൊതുക് കടിച്ചാലും കൊതുക് യാതുകയില്ല. കൊതുകിനെ ആ കൊതുകിനെ നമ്മൾ അതിജീവിച്ചാൽ, അതിൽ നമ്മൾ അസ്വസ്ഥരാകാതെ ജീവിച്ചാലും പഠിക്കാൽ നമുക്ക് അതിലും സന്തോഷിക്കാൻ സാധിക്കും. നമുക്ക് കൊതുക് പരത്തുന്ന രോഗം വരാതിരിക്കാൻ നോക്കണം. പ്രതിരോധ ശക്തി പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ഇഞ്ചക്ഷനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കരുത്. പ്രതിരോധ കുത്തിവയ്പ്പിന് ഒരു ഇഞ്ചക്ഷനല്ലേ ഉപയോഗിക്കുന്നത്. ഇപ്പം പ്രകൃതിയിൽ തന്നെ കൊതുക് നല്ല ഇഞ്ചക്ഷൻ സിറിഞ്ച് പോലെയാണ് എൻ്റെ ചുണ്ട്. എത്ര വിദഗ്ധമായിട്ട് അത് കുത്തി ഇറക്കി രക്തം വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് വാക്സിനേഷൻ നടത്തി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കുണ്ടായാൽ, പരിശുദ്ധാത്മാവിലാകാമെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ പാമ്പ് കടിച്ചാലും പേപ്പട്ടി കടിച്ചാലും എന്നാ കടിച്ചാലും അതിനെയും ദൈവനാമത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പൗലോസിനെ അണലി കടിച്ചതാണ്, അത് സുവിശേഷത്തിനായി. എങ്ങനെ? ആ അണലി കടിച്ചാൽ സാധാരണ ഉടനെ വീങ്ങി പൊറുങ്ങിച്ച് താഴെ വീഴ് ചാതുക എന്നുള്ള പതിവ്. ആ ദ്വീപുകാർ വിചാരിച്ചു ഇയാളൊരു മഹാഭാവി, ഇയാളെ രക്ഷപ്പെട്ട് ഇവിടെ വന്നെങ്കിൽ അയാളെ നീതി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അയാളിപ്പോൾ ചാവുമെന്നാണ് വിചാരിച്ചത്. പണലി കടിച്ചിട്ട് ചത്തോ? അതിൻ്റെ സമയം കഴിഞ്ഞിട്ട് അയാൾ ഒരു കുഴപ്പമില്ല, അതിനെ കുടഞ്ഞ് തീയിലോട്ട് കളഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പൗലോസ് ഈ അഭിഷേകമുള്ള ആളായിരുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്നതുകൊണ്ട് ആൻറ്റിവനമായിട്ട് അതങ്ങ് മാറി. വനമാണ്, അത് വിഷമാണ് കയറിയതെങ്കിലും പൗലോസ് ഇയാളുടെ ശരീരത്തിൽ ആൻറ്റിവനം ഉണ്ടായിരുന്നു. കയറിയ വിഷത്തിൽ തന്നെ ഒരു അംശത്തിൻ്റെ ആൻറ്റിവനമായിട്ട് മാറ്റി അതിനെ കൗണ്ടറാക്ട് ചെയ്തങ്ങ് പോയി. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ തിന്മയെ നന്മ കൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ തിന്മപ്പെട്ട ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് നന്മയാൽ തിന്മയെ ജയിക്കുന്നവർ ആയിത്തീരാനാണ്. ഈവിൾ പ്രൂഫ് വാക്സിനേഷൻ കഴിഞ്ഞാൽ പിന്നെ പേടിക്കണോ? പിന്നെ ഒരു തിന്മയും തൊടുകയില്ല. അപ്പോൾ ദൈവം വിലക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തിന്മയുള്ള കാര്യമാണ്. പക്ഷേ അതിലെ തിന്മയെ പ്രതിരോധിക്കാനുള്ള ശക്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് തിന്മയുടെ സാഹചര്യത്തിൽ നന്മ ചെയ്യാനും സന്തോഷിക്കുവാനും ജന്മസാഫല്യം അടയാൻ സാധിക്കും. അതാ വാക്ക്. നമ്മളെ ദൈവം എന്തിനു സൃഷ്ടിച്ചോ ആ കാര്യം സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിച്ചെങ്കിലേ ജന്മസാഫല്യം അടയാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിക്കാമെങ്കിൽ നമ്മൾ ആരാണെന്നും ആരല്ലെന്നും നമുക്ക് മനസ്സിലാവും. നമ്മളെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവം നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപയോഗം എന്താണ്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ അനുഭവത്തിൻ്റെ ഉപയോഗം എന്നാണെന്ന് മനസ്സിലായിട്ട് നമുക്ക് ജന്മസാഫല്യം അടയാൻ സാധിക്കും. ഈ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് 20-ാമത്തെ സംഗീതത്തിന് ഒന്ന് വായിക്കാൻ പറ്റിയിരിക്കുന്നത്.
പെന്തിക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള ഈ 6-ാം ഞായറാഴ്ച 20-ാമത്തെ സങ്കീർത്തനം പിതാക്കന്മാർ ധ്യാനിച്ചിട്ടുണ്ട്. ഈ 20-ാം സങ്കീർത്തനത്തിൽ ഒത്തിരി ആശംസകളാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിപ്പിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ആശംസകളാണ്. നമുക്ക് ഈ ആശംസയെല്ലാം കിട്ടിയിട്ടുണ്ടോ? പെന്തിക്കോസ്ത് പെരുന്നാളും കഴിഞ്ഞു, 5 ഞായറാഴ്ചയും കഴിഞ്ഞു, 6-ാം ഞായറാഴ്ച നമ്മൾ എത്തിയിരിക്കുക. നമ്മൾ ശരിക്കും പെന്തിക്കോസ്ത് പെരുന്നാളിൽ സംബന്ധിച്ച് 6 വാരങ്ങൾ ആത്മാവിൽ വേല ചെയ്യുകയാണെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടേതായിരിക്കും. സങ്കീർത്തനം 20-6 ആദ്യം വായിക്കുന്നു. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അപ്പോൾ അഭിഷേകം ജ്വലിപ്പിക്കുകയും അഭിഷേകത്തെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പുത്തൻ പുത്തൻ അറിവുകളുണ്ട്, പുത്തൻ പുത്തൻ അനുഭവങ്ങളുണ്ട്. ദാവീദ് രാജാവ് തൻ്റെ ഒരു അനുഭവം ഇവിടെ സാക്ഷിച്ചിരിക്കുകയാണ്. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തൻ്റെ വലങ്കൈയുടെ രക്ഷാകരമായ അത്ഭുത പ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് മറുപടി ലഭിക്കുന്നത്. ഈ രാജാവ് ഈ 20-ാം സങ്കീർത്തനം എഴുതിയത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ സംഗീത പ്രമാണിയും ദാവീദും കൂടെ ദൈവത്തെ സ്തുതിക്കുന്ന രംഗത്തിൽ അവർ രണ്ടുപേരും കൂടെ ദൈവത്തോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ അനുഭവം നമ്മുടേതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനകത്ത് സൂചിപ്പിക്കുന്നുമുണ്ട്. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. അപ്പോൾ രാജാവായ ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ഞാൻ രാജാവാണെങ്കിൽ നീ ഉത്തരമറിയാലേ എൻ്റെ കാര്യം, രാജ്യത്തിൻ്റെ കാര്യം നടക്കുകയുള്ളൂ. രാജാവിൻ്റെയും രാജ്യത്തെ പ്രജകളുടെയും കാര്യങ്ങൾ ദാവീദ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ ഒരു പട്ടികയാണ് ആദ്യം തൊട്ട് പറയുന്നത്. അഭിഷേകം ജ്വലിപ്പിച്ച് ദൈവസന്നിധിയിൽ രാജാവിനോടൊത്ത് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചാൽ അതിന് മറുപടി തരും. പെന്തിക്കോസ്തിയുടെ അനുഭവം എന്ന് പറയുന്ന അനുഭവം അതാണ്. അഭിഷേകത്തോട് നമുക്ക് സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുവിനോടൊത്ത് പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചാൽ അവൻ അതെല്ലാം സാധിച്ചു കഴിയുന്നതാണ്. നല്ല ആഗ്രഹങ്ങളെല്ലാം സാധിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകണം. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്താലേ നമുക്ക് സന്തുഷ്ടരാകാനും സംതൃപ്തരാകാനും സാധിക്കുകയുള്ളൂ. 20-ാം സങ്കീർത്തനത്തിൽ ആശംസകൾ വായിക്കുകയാണ്. പെന്തിക്കോസ്ത് പെരുന്നാളും അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് 100% നമ്മുടേതായി തീർന്നാൽ ഈ ആശംസകളെല്ലാം നമ്മുടേതായി തീരും. എന്തൊക്കെയാണ്? യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. കഷ്ടകാലത്ത് ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ദൈവം നമുക്ക് കഷ്ടകാലം വരാൻ അനുവദിക്കുന്നത് ദൈവം വരാൻ നമ്മളോട് സംസാരിക്കാനാണ്. അപ്പോൾ കഷ്ടകാലത്തിലൂടെ ദൈവം നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അന്നേരവും പ്രാർത്ഥിക്കാമെങ്കിൽ അന്നേരം മാത്രം കർത്താവ് വർത്താനം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കഷ്ടതയിൽ കൂടെ മാത്രം കിട്ടുന്ന ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ. ഇപ്പൊ 20-ാം സങ്കീർത്തനത്തിൽ 6-ാം വാക്യത്തിൽ ആ ഇതിനെ ബന്ധിപ്പിക്കുകയാണ്. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ദാവീദ് രാജാവ് പല കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ അത് സങ്കീർത്തനം എഴുതാനും പ്രാർത്ഥിക്കുവാനും അഭിഷേകം ജ്വലിപ്പിക്കാനും പ്രയോജനപ്പെടുത്തിയപ്പോൾ അതിലൂടെ ദൈവം സംസാരിച്ചു. നമുക്ക് പലതരം കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കഷ്ടതകളിൽ ദൈവം സംസാരിച്ചതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ആ കഷ്ടതയുടെ സമയം പ്രാർത്ഥിക്കാമെങ്കിൽ, ആത്മാവിനെ ജ്വലിപ്പിക്കാമെങ്കിൽ അന്നേരം മാത്രം ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് ശേഷം മാത്രം കിട്ടുന്ന ചില അനുഗ്രഹങ്ങളുമുണ്ട്. അത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഭക്തരായ അനേകർ ആസ്വദിച്ചിട്ടുള്ളതാണ്. നമുക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടകാലത്ത് കർത്താവ് ഉത്തരമരുളിയത് കേൾക്കാതെ പോയ കാര്യം നേരിട്ട് പറയണം. ഇപ്പോൾ സ്വയ പ്രാർത്ഥനയുടെ സമയമാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാന അനുഭവം നമുക്ക് അഭിഷേകം ജ്വലിപ്പിച്ച് നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന വേദിയാക്കിയതിനെ മാറ്റാൻ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ ആത്മീയമോ മാനസികമോ ശാരീരികമായ പല കഷ്ടതകൾ എനിക്ക് വന്നിട്ടുണ്ട്. ചന്ദ്രൻ പ്രാർത്ഥിക്കാൻ മറന്നുപോയെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്നാണെന്ന് തിരിച്ചറിയാതെ കർത്താവിനോട് പ്രതികരിച്ചെങ്കിൽ ക്ഷമിക്കണം. കുടിശ്ശിക എഴുതുന്നത് എന്നോട് വർത്താനം പറയാം. കഷ്ടതയുടെ സമയത്ത് കർത്താവ് പറയാൻ പറ്റിയ കാര്യം നമുക്ക് കേൾക്കാൻ സമയമില്ലായിരുന്നെങ്കിൽ, നമുക്ക് അശ്രദ്ധ വന്നെങ്കിൽ കുടിശ്ശിക തീർത്ത് ഇന്ന് 20-ാം സങ്കീർത്തനം ചൊല്ലി
ഞങ്ങളുടെ ഗർഭകാലം മുതൽ എനിക്കുണ്ടായ കഷ്ടത കാലത്ത് നീ ഞങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം, ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് പാപമോചന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ് നമുക്ക്. 20-ാം സങ്കീർത്തന പ്രകാരം യഹോവ കഷ്ടകാലത്തിന് ഉത്തരം നൽകുമാറാകട്ടെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ധ്യാനത്തിന് സംബന്ധിച്ച ശേഷം സ്കൂട്ടറിൽ യാത്ര ചെയ്ത ഒരു സഹോദരി ഒരു അപകടത്തിൽപ്പെട്ടു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പലരും സഹായിക്കാൻ ഓടി വന്നു. മരിക്കത്തക്കതായ അപകടത്തിൽ ദൈവം അത്ഭുതകരമായി രക്ഷിച്ചു, ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ നിന്ന് ചെക്കപ്പ് വഴി വീട്ടിൽ കൊണ്ടുയാക്കി. ഒറ്റയ്ക്ക് രാത്രിയിൽ വിഷമിക്കുന്ന സമയം കർത്താവ് അരുളി ചെയ്തു. കർത്താവ് സംസാരിച്ചെന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് ദിനചര്യകൾ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവശബ്ദം കേട്ടുവെന്നാണ് സാക്ഷ്യം എന്ന് പറഞ്ഞത്. എന്നാ പറഞ്ഞത്? എൻ്റെ നടു ഒടിഞ്ഞിരിക്കുക, സുഖമാകുകയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. പ്രായമൊക്കെ ആയതുകൊണ്ട് സുഖമാകുകയെന്ന് പറഞ്ഞ് ഒടിഞ്ഞുപോയ ആ അസ്ഥി ഞാൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്ന സന്ദേശമാണ് കേട്ടത്. ആൾ തന്നെ എഴുന്നേറ്റ് പോയി ബാത്റൂമിൽ പോയെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? നടു ഒടിഞ്ഞിരുന്നയാള് അങ്ങനെ പോയെന്നാണ് പറയുന്നത്. അത് എന്തിനാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സംഭവിച്ചത്? കർത്താവിനെ ആ നടുവിൽ തൊടാനും കർത്താവ് നടുവിനെ കൂട്ടിച്ചേർക്കാനും കർത്താവ് അതിനുണ്ടായിരുന്നത് നടുവേദന മാറ്റാനും ഉപയോഗിച്ചു. അവിടെ നിന്ന് ഒരു നടുവേദന ഉണ്ടായിരുന്നു. ആ നടുവേദന മാറ്റണമെങ്കിൽ കർത്താവിനോടെയൊന്ന് തൊടണ്ട്, ചുമ്മാ തൊടാനൊക്കെ പോകും. അപകടത്തിൽപ്പെട്ട ഒരു മുറിവുണ്ടായപ്പോൾ, ഒരു ചതവുണ്ടായപ്പോൾ, ഒരു ഒടിവുണ്ടായപ്പോൾ കർത്താവ് അത് കൂട്ടിച്ചേർത്തപ്പോൾ നടുവ് ഒന്ന് ശരിയായി, നടുവേദന അങ്ങ് പോയി. ഇപ്പൊ നടുവ് ആരുടെയായി? കർത്താവിൻ്റെ ആയി. അപ്പൊ നന്നായോ? അതാ ദൈവം യഹോവ നല്ലവനാണെന്നത്. ആ സാക്ഷ്യം പറയാൻ വേണ്ടിയാ. അപ്പം എല്ലാ കഷ്ടനഷ്ടങ്ങളിലും കർത്താവ് നമ്മളോട് ചില കാര്യം സംസാരിക്കുകയും നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതുമാണ്, നിനക്ക് എന്നാ സംഭവിച്ചാൽ നീ എൻ്റെ കയ്യിലോട്ട് അറിയുന്നത്, വീണാലും നിലം വരച്ച് ആകുകയില്ലെന്നാ പറഞ്ഞു. അപ്പൊ അദൃശ്യമായി ദൈവത്തിന്റെ കരങ്ങൾ ദൃശ്യകരങ്ങളിലൂടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് വണ്ടി പോക്കാനും ഇയാളിനെ എടുത്തുകൊണ്ട് പോകാനും ആശുപത്രി കൊണ്ടുപോകാനൊക്കെ ആൾ വന്നു. അത്ഭുതകരമായ ആൾ ഇപ്പൊ ഇവിടെ വന്നിരിപ്പുണ്ട് ഇയാള് ഉണ്ട്. അപ്പൊ അങ്ങനെ സ്വോത്ര കുർബാനയ്ക്ക് സംബന്ധിക്കാൻ വന്നിട്ടുണ്ട് ആളോട്. ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം അങ്ങനെ ഓരോ അനുഭവങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കഷ്ടകാലത്ത് ദൈവം നമ്മളോട് ഉത്തരമരുളും. എന്തെല്ലാം കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്? യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നമ്മളിതാ വിശുദ്ധ മന്ദിരത്തിൽ എത്തിയിരിക്കുന്നു. ഈ വിശുദ്ധ മന്ദിരത്തിൽ സഹായം തരാൻ കർത്താവ് തയ്യാറാണ്. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. അപ്പം ദൈവം നമ്മളെ താങ്ങാനും സഹായിക്കാനും കഴിവുള്ള തന്റെ കരം ഈ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ കഴിവുള്ളതാണ്. അദൃശ്യനായ ദൈവത്തിന്റെ കരം. പുരാതനായ ദൈവത്തിന്റെ സങ്കേതമാണ്. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഈ ഭൂമിയിൽ കോടിക്കണക്കിന് വരെ ഈ കരങ്ങളിൽ വയ്ക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സംരക്ഷണയും സഹായവും തിരിച്ചറിഞ്ഞ് നമുക്ക് അവനെ ആരാധിക്കാൻ സാധിക്കും. പെന്തക്കോസ്ത് വിശേഷമുള്ള 6-ാം ഞായറാഴ്ച അവന്റെ സഹായവും അവന്റെ താങ്ങലും ഏറ്റുവാങ്ങി അവനെ ആത്മാവുത്സവത്തിൽ ആരാധിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. 3-ാം വാക്യത്തിൽ സങ്കീർത്തനം 20:3 നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഇന്ന് ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കുക. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ ഇപ്പോൾ പാപവചന പ്രാർത്ഥന ഏറ്റുവാങ്ങി ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ ഈ ബലിപീഠത്തിലിരിക്കുന്ന അപ്പവീഞ്ഞങ്ങളുടെ സ്ഥാനത്ത് കർത്താവെ ഞാൻ എന്നെയും കൂടെ വെച്ചിരിക്കുന്നു, എന്നെയും കൂടെ സ്വീകരിക്കണം, എന്നെയും കൂടെ കുർബാനയാക്കണം, എന്നെയും കൂടെ നിന്റെ ശരീരമാക്കണം എന്ന് പറയുമ്പോൾ തലയോട് ചേരുന്ന ഉടലായി നമ്മൾ മാറുകയാണ്. 5-ാം വാക്യത്തിൽ വരുമ്പോൾ ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും, യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നോർത്തിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ എല്ലാ നല്ല പ്രാർത്ഥനകൾക്കും മറുപടി നൽകുവാൻ അഭിഷേകം ജ്വലിക്കണം, അഭിഷേകത്തെ ജ്വലിപ്പിക്കണം എന്നുള്ള കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാം അഭിഷിക്തരാകാൻ ദൈവം വിളിച്ചിരിക്കുകയാണ്. പഴയ നിയമകാലത്ത് രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും മാത്രം കിട്ടിയൊരു അനുഭവമാണ് അഭിഷേകം. എന്നാൽ പുതിയ നിയമത്തിൽ മാമോദിസയായിട്ടവരെല്ലാം അഭിഷിക്തരാണ്. നമ്മളെല്ലാം മാമോദിസയുടെ അന്ന് മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്തതാണ്. മറ്റു ചില സഭകളിൽ സ്ഥിരീകരണം എന്ന് പറഞ്ഞ് 12 വയസ്സ് കഴിഞ്ഞ് 10 വയസ്സ് കഴിഞ്ഞൊക്കെ മാത്രമേ ഈ മൂറോന്റെ അഭിഷേകം കിട്ടുകയുള്ളൂ. ഓർത്തഡോക്സ് സഭയിൽ മാംസം അന്ന് തന്നെ അഭിഷേകം കിട്ടും. അന്ന് തന്നെ അഭിഷേക തൈലത്തിൽ നമ്മൾ പൊതിഞ്ഞതാണ്, നമ്മളെ അഭിഷേകം ചെയ്തതാണ്. അത് നമ്മൾ നന്ദി പറയണം. അത് ഉണങ്ങിപ്പോകാതെ പുതുക്കി വെക്കുവാനാണ് യാമപ്രാർത്ഥനയും നോമ്പ് ഉപവാസം പ്രാർത്ഥനയില്ല.
ആ അഭിഷേകത്തിന് പരിശുദ്ധാത്മാവിന്റെ ലഹരിയുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വിഷയമാണ്. പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ മാത്രമേ എല്ലാ കാര്യവും സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജ്വലിച്ചാൽ നമുക്ക് നന്മ ചെയ്യാനുള്ള തൻ്റെ ഇടം ലഭിക്കുകയാണ്. തിന്മയെ തള്ളാനും നന്മയെ കൊള്ളാനും ഉള്ളതായ ആ വലിയ തൻ്റെ ഇടം നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല, ഇന്നലെ നമ്മൾ പഠിച്ച വിഷയത്തിന്റെ മറുവശം ഇതിനകത്തുണ്ട്. യേശുക്രിസ്തുവിനെ തന്നെ വസ്ത്രം ധരിക്കുന്ന പോലെ നമുക്ക് ധരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈവിൾ പ്രൂഫായി ഒരു തിന്മയ്ക്ക് നമ്മളെ പ്രദാനം ചെയ്യില്ല. യേശുക്രിസ്തുവിനെ വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിക്കാൻ സാധിക്കും. ആ യേശുക്രിസ്തുവിനെ വസ്ത്രം ധരിക്കുന്ന പോലെ ധരിക്കണമെങ്കിൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലം യേശുക്രിസ്തുവിനെ ഗർഭം ധരിക്കണം. നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണെന്നുള്ളതായി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രാണകുട്ടികൾ, നമ്മുടെ ദേഹിയുടെ മണ്ഡലം സ്ത്രീ പുരുഷ ഭേദമന്യ സകലരുടെയും ദേഹി സോൾ ഒരു കന്യകയാണ്. ആ കന്യകയ്ക്ക് വചനം കേട്ട് സഹായം ലഭിക്കുന്ന പർവ്വതത്തിന് മുകളിൽ ദൈവശബ്ദം കേൾക്കാമെങ്കിൽ ഗർഭം ധരിച്ച് യേശു കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സാധിക്കും. പരിശുദ്ധ കന്യമറിയാം വചനം കേട്ടപ്പോൾ വചനം മാംസം ധരിക്കത്തക്കോണം അത് ചെവിയിലൂടെ ഹൃദയത്തിലെത്തി അത് ഉദരത്തിൽ വന്ന് ഒരു ശിശുവായി മാറി. ഇപ്പോൾ തിരുവചനം നമ്മൾ ശരിക്കും ഗ്രഹിക്കാമെങ്കിൽ അഭിഷേകത്തോടെ പരിശുദ്ധ വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യാമെങ്കിൽ ഈ കേൾക്കുന്ന വചനം നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ഹൃദയത്തിലെത്തിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ദേഹിയുടെ മണ്ഡലത്തിൽ നമ്മുടെ പ്രാണക്കുട്ടികളുടെ ഗർഭത്തിൽ ഈ യേശു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം ധരിക്കേണ്ടത് ഗർഭധാരണമാണ്, പിന്നെ ശരീരധാരണം. വസ്ത്രധാരണവും ഗർഭധാരണവും കണ്ട ഗർഭം ധരിച്ചാൽ അകത്താ കുഞ്ഞ് വളരുന്നത്, വസ്ത്രം ധരിച്ചാൽ പുറത്തു പോവാം. അപ്പം അകത്തും വേണം പുറത്തും വേണ്ട യേശു. നിങ്ങളുടെ അകത്തും പുറത്തും യേശു ഉണ്ടോ? ഇത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ വചനം കേൾക്കാമെങ്കിൽ യേശുവിനെ ഗർഭം ധരിക്കാൻ സാധിക്കും. അഭിഷേകം ജ്വലിപ്പിക്കാമെങ്കിൽ വസ്ത്രം പോലെ യേശുവിനെ പുറത്തും അകത്തും ധരിക്കാം, പുറത്തും ധരിക്കാം. അപ്പം അകത്തുള്ളതായ യേശു അഭിഷേകമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കോശങ്ങളിലും ഈ അഭിഷേകം ജ്വലിച്ചു നിൽക്കും. നമ്മുടെ എല്ലാ അവയവങ്ങളെയും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജ്വലിപ്പിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സംതൃപ്തിയും ആനന്ദവും ഉണ്ടാകുന്നത്. സഭയാകുന്ന കെട്ടിടത്തിന്റെ ഓരോ കല്ലുകളും അഭിഷേകം ചെയ്യപ്പെട്ട ദൈവമക്കളെ കൊണ്ട് ചേർക്കപ്പെടുമ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. അത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെയും കർത്താവിന്റെയും എല്ലാ അടിസ്ഥാനത്തിൽ സഭയാകുന്ന കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലെ സഭയുടെ 21-ാം നിലയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഈ 21-ാമത്തെ നിലയിൽ നമ്മൾ ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുക. അപ്പൊ നമുക്ക് മുമ്പ് പണിയപ്പെട്ട കല്ലിനോട് നമ്മളെ ചേർക്കാൻ പണി നടന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് മാത്രമേ 2 കല്ലുകളെ തമ്മിൽ യോജിപ്പിച്ച് പണിയാനൊക്കെ ഉള്ളൂ. പണിസ്ഥലം നമ്മൾ കാണുന്ന ഒരു കാര്യം, കരിങ്കല്ലും ഇഷ്ടികക്കല്ലും ഒക്കെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് കാണുന്നു. പക്ഷെ അവ കെട്ടിടത്തിന്റെ ഭാഗമാകുന്നത് എപ്പോഴാണ്? ഇഷ്ടികയാണെങ്കിലും കരിങ്കല്ലാണെങ്കിലും അതിനകത്ത് സിമെന്റ് എൻ്റെ ഇടയ്ക്ക് വരുമ്പോഴാണ് തമ്മിൽ ചേരുന്നത്. സിമെന്റ് ഇല്ലാതെ ചുമ്മാ വെച്ച് അവിടെ ഇരിക്കും, ബലമില്ല, ബന്ധവുമില്ല, അടുത്താണെന്നൊക്കെ തോന്നും. അപ്പോൾ അഭിഷേകത്തിന്റെ ആ എണ്ണയാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് വ്യക്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഭാര്യയും ഭർത്താവിനെയും അപ്പനെയും മക്കളെയും പുരോഹിതരെയും ജനങ്ങളെയും എല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ സിമെന്റ് ഉണ്ടായിരിക്കണം. അഭിഷേകത്തിന്റെ സിമെന്റിൽ നമ്മൾ പൊതിയപ്പെട്ട് പണിതാലേ ബന്ധപ്പെടാനൊക്കെ ഉള്ളൂ, ബന്ധം ബലമുള്ളതായി തീരുള്ളൂ, അല്ലെങ്കിൽ ബലഹീനമായി തകർന്നു പോകാനാണ് സാധ്യത. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലാവരുടെയും അകത്തും പുറത്തും എല്ലാ വശത്തും ഉണ്ടെങ്കിൽ പരസ്പര ബന്ധവും ദൈവവുമായുള്ള ബന്ധം അപ്പോഴാണ് യഥാർത്ഥമായി തീരുന്നത്. അത് നമുക്ക് ആനന്ദമായി സന്തോഷമായി തീരും. അപ്പൊ എല്ലാ ബന്ധങ്ങളിലും ഇടയിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരണം. എല്ലാ കല്ലുകളുടെയും ഇടയിൽ സിമെന്റ് വന്നില്ലെങ്കിൽ ആ സിമെന്റ് ഇല്ലാത്ത കല്ലിന്റെ ഇടയിൽ വിടവുണ്ടായിരിക്കും. ആ വിടവിന്റെ അകത്ത് ഉറുമ്പിന് കയറി കൂട് വെക്കാൻ സാധിക്കും. അതിനകത്ത് 8 കാലിക്ക് ജീവിക്കാൻ സാധിക്കും. അതിനകത്ത് പലരും ജീവിക്കും. അതിൽ കൃത്യസമയത്ത് ഇറങ്ങുകയും വരികയും ചെയ്യും. അപ്പൊ നമ്മുടെ എല്ലാം വീട്ടിൽ ഉറുമ്പും പാറ്റായും 8 കാലിയൊക്കെ ഉണ്ടല്ലേ, അവരെവിടെ താമസിക്കുന്നു? അവർക്ക് ഇങ്ങനെ ചെറിയ സുടിരം മതി. അപ്പൊ അത് ആ പഴുതെല്ലാം അടച്ച് പണിതില്ലെങ്കിൽ ഇവരെല്ലാം അതിനകത്ത് കയറി താമസിക്കും. അപ്പൊ അതുകൊണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ ബന്ധത്തിനിടയിൽ വിടവുള്ളതുകൊണ്ടാണ് പിശാച് അതിനകത്ത് കയറുന്നത്. പിശാച് കയറാതിരിക്കണമെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ സിമെന്റ് ഉണ്ടായിരിക്കണം. സിമെന്റ് ഉണ്ടെങ്കിൽ വിടവ് ബന്ധം സുദൃഢമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ചെറുപ്പുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അഭിഷേകം ആ വിടവ് അടച്ചിട്ടില്ലെന്നാണ് വിചാരം. അപ്പൊ ഇപ്പോഴ് പെന്തിക്കോസിയുടെ
പെരുന്നാളിന് ശേഷമുള്ള 6ാം ഞായറാഴ്ച വിടവടയ്ക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ പോവുക. വേണോ? നമുക്ക് ആരോടെ? ദൈവവുമായുള്ള ബന്ധമാണ് ഒന്നാമതായി വിടവടയേണ്ടത്. ദൈവവുമായുള്ള ബന്ധത്തിൽ വിടവുണ്ടായാൽ ആ വിടവിൽ ആര് കയറും? പിശാച് കയറും. ഭാര്യയും ഭർത്താവും എന്നുള്ള ബന്ധത്തിൽ വിടവുണ്ടായാൽ ആ വിടവിൽ പിശാച് കയറും. എല്ലാ ബന്ധങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ അശുദ്ധാത്മാവായിരിക്കും. അശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ കിറുകിറുപ്പും പെറുകിറുപ്പും അസ്വസ്ഥതയും മാത്രമേ ബാക്കി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ സന്തുഷ്ടിയോടെ, സംതൃപ്തിയോടെ, സന്തോഷത്തോടെ കൊടുക്കാനും വാങ്ങാനും സാധിക്കുകയുള്ളൂ. കൊടുക്കേണ്ടത് കൊടുക്കാനും വാങ്ങേണ്ടത് വാങ്ങാനും സാധിക്കുകയുള്ളൂ എന്ന് കാര്യം ഓർപ്പിക്കുന്നു. 100% അഭിഷേകം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ചില ബന്ധങ്ങളിൽ നമുക്ക് അപശബ്ദം കേൾക്കുന്നു, അസ്വസ്ഥത വരുന്നു, കിറുകിറുപ്പ് വരുന്നു, അസ്വസ്ഥത, ഇതെല്ലാം വരുന്നതിന്റെ കാര്യം അഭിഷേകം അപൂർണമായതുകൊണ്ടാണ്. അഭിഷേകം പൂർണ്ണമാകാമെങ്കിൽ 20ാം സങ്കീർത്തനത്തിലെ ആശംസയെല്ലാം നമ്മുടേതായിരുന്നു. അവൻ നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കട്ടെ. 4ാം വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കണം. നല്ല താല്പര്യങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെങ്കിൽ യഹോവയിൽ തന്നെ രസിക്കണം. യഹോവയിൽ തന്നെ രസിച്ചാൽ സ്വർഗത്തിലെ പുതിയ വീഞ്ഞിന് ലഹരി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നന്മ ചെയ്യാൻ നല്ല തൻ്റെ ഇടം കിട്ടും. തിന്മയെ വെറുക്കാനും തള്ളാനും സാധിക്കും. അങ്ങനെ 20ാം സങ്കീർത്തനം അന്വർത്ഥമാകുവാൻ പരിശുദ്ധ മാമോദീസായിലെ അഭിഷേകവും പെന്തിക്കോസ്ത് പെരുന്നാളിലെ അഭിഷേകവും ജ്വലിപ്പിച്ച് ഈ 6ാം ഞായറാഴ്ച പഴുതടച്ച് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ പാപവചന പ്രാർത്ഥന നടത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15ാം അധ്യായത്തിന്റെ 32 മുതൽ 39 ഭാഗങ്ങൾ. യേശു ശിഷ്യന്മാരെ വിളിച്ച് അവരോട്, ഈ ജനത്തിൽ എൻ്റെ മനസ്സലിയുന്നു. എന്നാൽ ഇതാ ഇവർ 3 ദിവസമായി എൻ്റെ അടുക്കൽ താമസിച്ചു. അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. ഇവരെ പട്ടിണിയായി വിട്ടയക്കുവാൻ എനിക്ക് മനസ്സുമില്ല. ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ, ഈ ജനത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അപ്പം ഈ വിജനപ്രദേശത്ത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു. അവർ അവനോട് 7 അപ്പവും കുറെ ചെറുമീനും എന്ന് പറഞ്ഞു. അവൻ ജനങ്ങളോട് നിലത്തെ ഭക്ഷണത്തിന് ഇരിപ്പാൻ കൽപ്പിച്ചു. പിന്നീട് 7 അപ്പവും മീനും എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാർക്ക് നൽകുകയും അവർ അത് ജനത്തിന് കൊടുത്തു. അവർ എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച നുറുക്കുകളുടെ 7 വൻകൂടകൾ നിറയെ എടുക്കുകയും ചെയ്തു. ഭക്ഷിച്ചവർ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമെ 4000 പുരുഷന്മാർ ആയിരുന്നു. അനന്തരം യേശു ജനങ്ങളെ പിരിച്ചയച്ചിട്ട് വഞ്ചിയിൽ കയറി മഗദായുടെ അതിർത്തിയിലേക്ക് വന്നു. ഒരു സ്വല്പ സമയം കൂടെ ഇരിക്കാം. പെന്തിക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 6ാം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട വേദഭാഗം നമ്മൾ വായിച്ചിരിക്കുന്നു. നമുക്ക് വളരെ പരിചയമുള്ളതാണ് ഈ വേദഭാഗം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും 4000 പേരെ 7 അപ്പം കൊണ്ട് പോഷിപ്പിച്ചതൊക്കെയുള്ള കാര്യം നമ്മൾ സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെയാണ്. പക്ഷെ എല്ലാ വർഷവും ഇത് പല പ്രാവശ്യം വായിക്കാൻ പിതാക്കന്മാർ തരികയും ചെയ്യുന്നു. ഓരോ പശ്ചാത്തലത്തിൽ ഇത് വായിക്കുമ്പോഴും നമുക്ക് പ്രചോദനം നൽകുവാൻ തക്കവണ്ണം അനേക സന്ദേശങ്ങൾ ഇതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ഏത് പ്രായക്കാർ എന്ന് എത്ര പ്രാവശ്യം വായിച്ചാലും അതിലൊക്കെയും നമ്മളെ ഉത്തേജിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ, ആനന്ദിപ്പിക്കാൻ പര്യാപ്തമായ അനേക സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് പെന്തിക്കോസ്തിക്ക് ശേഷം 6ാം ഞായറാഴ്ച പിതാക്കന്മാർ ഈ വേദഭാഗം ധ്യാനിച്ചപ്പോൾ അവർക്ക് എന്ത് കിട്ടി? നമുക്കെന്ത് കിട്ടും? അഭിഷേകം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ അഭിഷേകം ഇന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രായത്തിലുള്ളവർക്കും ആവശ്യമുള്ള സന്ദേശത്തിന് അത് നിന്ന് കിട്ടും. എന്തൊക്കെയാണത് പഠിക്കാനുള്ളത്? മത്തായിയുടെ സുവിശേഷം 15ാം അധ്യായം 32 മുതൽ 39 ഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധ മത്തായി ആയിക്കൊണ്ട് ഇത് എഴുതിപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. നമ്മൾ കേൾക്കേണ്ടതും ആ അഭിഷേകത്തിലാണ്. ആ അഭിഷേകം ജ്വലിപ്പിക്കാൻ ഇത്രയും നേരം ഉച്ചവരെയുള്ള നമസ്കാരവും നടത്തി, സ്വയപ്രാർത്ഥന നടത്തി, കർത്താവിന്റെ തിരിച്ചറി രക്തങ്ങൾ എഴുന്നള്ളിയിരിക്കുന്ന ആ ത്രോണോസിന് മുമ്പിൽ നമ്മൾ വന്നിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സാധിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ 3 ദിവസം താമസിച്ച് ജനങ്ങളുടെ സ്ഥാനത്തായിരിക്കുകയാണ് നമുക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. എപ്പോഴാണ് കർത്താവിന് അവരിൽ മനസ്സിലുണ്ടായത്? അവരുടെ പ്രശ്നം യേശുവിൻ്റെ പ്രശ്നം എപ്പോഴായതാണ്? ഇതാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ പ്രശ്നം യേശുവിൻ്റെ പ്രശ്നമായാൽ മതി, അവൻ നോക്കിക്കോളും കാര്യം, അവൻ മുൻകൈ എടുക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം പലപ്പോഴും യേശുവിൻ്റെ പ്രശ്നമാണെങ്കിലും നമ്മളതങ്ങ് നേടിയെടുക്കും. പലരെ കൊണ്ട് എടുപ്പിക്കും, പലരുടെ പുറകെ നടക്കും. ചിലതൊക്കെ നടന്നെന്നിരിക്കുമ്പോഴേ അനുഭവിക്കാൻ ഒക്കെയില്ല.
അതായത് ഇവിടുത്തെ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഒരൊറ്റ ദിവസം 5000 കുടുംബങ്ങൾ രാവിലെ തൊട്ട് ഉച്ച കഴിയുന്നവരെ കർത്താവിനോട് ഇരുന്നപ്പോഴത്തേക്ക് എല്ലാവരും അസ്വസ്ഥരായി. ശിഷ്യന്മാർക്കാണ് ഏറ്റവും അധികം അസ്വസ്ഥത ഉണ്ടായത്. അവർ മുൻകൈ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്, ഇവരെ പറഞ്ഞുവിടെ, ഇത് വിജനപ്രദേശമാണ്, ഇവരെങ്ങനെ വെച്ച് ഞങ്ങൾക്ക് ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, വല്ലതൊക്കെ ഒന്ന് കഴിച്ചാൽ കൊള്ളാം, ഒന്ന് ഇരുന്നാൽ കൊള്ളാം, കർത്താവ് ഇങ്ങനെ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്നാൽ ശരിയാവുമോ എന്നൊക്കെ ചോദിച്ച് പരിഭവത്തോടെ കർത്താവിനോട് പറഞ്ഞ് കർത്താവിനെ പിടിച്ചു പോക്കി. അങ്ങനെ 5 അപ്പം കൊണ്ട് 5000 അത്ഭുതം അങ്ങനെയാണ് നടന്നത്. അങ്ങനെ അത്ഭുതം നടത്താം. സമയത്തിന് മുമ്പ് നമ്മുടെ നിർബന്ധത്തിന് കർത്താവ് ചിലപ്പോൾ അത്ഭുതമൊക്കെ ചെയ്തിരിക്കും, പക്ഷെ അനുഭവിക്കാനൊക്കെ അത്ഭുതമൊക്കെ നടക്കും. പക്ഷെ അന്ന് സംഭവിച്ചത് 5000 കുടുംബങ്ങൾക്ക് ആഹാരം കിട്ടി. കർത്താവിനൊരു കഷ്ണം കഴിക്കാനൊത്തില്ല, 12 അപ്പോസ്തലന്മാർക്കും കഴിക്കാനൊത്തില്ല. കർത്താവ് ശേഷിച്ച കഷ്ണം വെറുപ്പിക്കുകയും 12 വട്ടം മിച്ചവും കിട്ടി അവർക്ക് ഇത് എടുക്കാനും ഒത്തില്ല. അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല പിന്നെ കാര്യം നടക്കുന്നത്. ഈ അപ്പം കഴിച്ചവരുടെ വിചാരം കർത്താവിനെ രാജാവൊക്കെ ഇനിയും തീവ് കൂതണ്ട, അപ്പം ഉണ്ടാക്കുകയും വേണ്ട, കർത്താവ് ഇങ്ങനെ മുറിച്ചോളും തന്നോളും, സുഖ വഴിയാണ് യേശുവിനെ രാജാവാക്കാമെന്ന് തീരുമാനിച്ചു. ശിഷ്യന്മാരും വിചാരിച്ചു ഇവനെ രാജാവാക്കിയാൽ നമുക്ക് മന്ത്രിമാരാകാവില്ല എന്ന് അവിടെ വിചാരിച്ചു. അവരെല്ലാവരും കൂടി ഈ ആലോചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കേസ് വന്നു. പിശാച് അവർക്കെതിരായ കേസ് കൊടുത്ത് സ്വർഗ്ഗകോടതിയിൽ നിന്നതാ അറസ്റ്റ് വാറണ്ടാ വരുന്നു. ഈ 12 ശിഷ്യന്മാരെ മുക്കിക്കൊല്ലാനുള്ള അനുവാദം തരണമെന്ന് പറഞ്ഞ് പിശാച് വന്ന് നിൽക്കുക. അങ്ങ് വിട്ടുകൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെന്ന് അവരെ 12 പേരെയും വെള്ളത്തിലേക്ക് പറഞ്ഞു വിടേണ്ടി വന്നു. ഈ 5000 കുടുംബക്കാരെ വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടി വന്നു. അവർ പോകാൻ മനസ്സിലായിരുന്നു. അവർക്ക് അവിടെ പിന്നെ ഇരുന്ന് കർത്താവിന് രാജ്യം ഇപ്പഞ്ഞ് വരുത്തി ഉടനെ തന്നെ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ ആസ്വദിക്കാമെന്ന് വിചാരിച്ച് അവരും കാത്തിരിക്കും. അവരെല്ലാം പിരിച്ചു വിട്ടിട്ട് കർത്താവ് മലയിലേക്ക് പോയത് അവർ കേസ് തീർക്കാനായിരുന്നു. നമ്മുടെ കേസുകളൊക്കെ തീർന്നു കഴിഞ്ഞ് മാത്രമേ നമ്മൾക്ക് കിട്ടിയ ബന്ധങ്ങളും ബന്ധുതകളും ധനവും മാനവും ആസ്വദിക്കാനൊക്കെ ഉള്ളൂ. തിന്മയ്ക്ക് അവകാശമുള്ളപ്പോൾ തിന്മ നമ്മളെ കൊണ്ട് അത് അനുഭവിക്കാൻ സാധിക്കാതെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും നോമ്പും എല്ലാം പിശാചിന്റെ അവകാശം തീർക്കാനാണ്, അവന്റെ കേസ് തീർക്കാനാണ്. അവന്റെ വ്യവഹാരം നടത്തി തീർത്തതിന് ശേഷം മാത്രമേ സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. 5 അപ്പം കൊണ്ട് 5000 വരെ പോയി സംഭവത്തിൽ നിന്ന് അവർ ഈ പാഠം പഠിച്ചു. അവർക്ക് കുറ്റബോധം വന്നു. അയ്യോ, കർത്താവിനെ ഞങ്ങൾ വിഷമിപ്പിച്ചു, കർത്താവ് ചെയ്തിരുന്ന ജയിലേക്ക് ഇടയിൽ കയറി, കർത്താവിനെ പരിഹസിച്ചു, ഇവരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണോ, ഇവിടെ എന്നാ കണ്ടുകൊണ്ടായിരിക്കുന്നത്, ഇത് വചനപ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ ശകാരിക്കുകയായിരുന്നു അവർ. നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും മക്കൾക്ക് അപ്പനെയും അമ്മയൊക്കെ ശകാരിക്കാൻ തോന്നും. കാരണം ജനറേഷൻ ഗ്യാപ്പ്, എല്ലാവരും ഉദ്ദേശിക്കുന്നവരൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പം വഴക്കിന്റെ ടൂണിൽ പല കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷെ ഇതൊക്കെ ദൈവത്തെയാണ് അറിയിക്കേണ്ടത്. ഈ വിവരം ഈ ശിഷ്യന്മാർ സ്വർഗത്തിലെ അപ്പച്ചനെ വിവരം അറിയിച്ചോ? അപ്പച്ചോ അതേണ്ട മോൻ ഇപ്പൊ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. 5000 കുടുംബക്കാർ കയറി വന്നപ്പോൾ ഞങ്ങളെ ഇട്ടേച്ച് അവിടെ പുറകെ കൂടിയിരിക്കുക. ഞങ്ങളുടെ ക്ഷേമമൊന്നും അന്വേഷിക്കുക, ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നയാൾ അവിടെ പുറകെ നടക്കുക. ഞങ്ങൾക്ക് ആശ്വാസമൊന്നും കിട്ടുന്നില്ല. ഇതാരോട് പറഞ്ഞില്ല, അപ്പച്ചനോട് പറഞ്ഞില്ല. അവർ തന്നെ അങ്ങ് ആലോചിച്ച് ഇതിന് ഒരു തീരുമാനം എടുക്കുക, ഇവരെ പറഞ്ഞു വിടണം, ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മുൻകൈ എടുപ്പിലുള്ള തീരുമാനങ്ങൾ കർത്താവ് തന്നെ എതിരുമെല്ലാം പറഞ്ഞു. നിങ്ങൾ കൊടുത്തോളാൻ പറഞ്ഞു. അതിപ്പോൾ ഞങ്ങളെ കൊണ്ട് ഒരു 5 അപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അത് കൊള്ളാന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. കാര്യം തീർത്തെങ്കിലും സന്തോഷമായിട്ട് അവർക്ക് പോകാനൊത്തോ? അന്ന് രാത്രി ഉറങ്ങാനൊത്തോ? ഇല്ല, ഉറങ്ങാനൊത്തില്ല. ഇവർ വെള്ളത്തിൽ കിടന്ന് കൈയും കാലിട്ടടിക്കുക. കർത്താവ് മലയില. ജനങ്ങൾ നിരാശയോടെ കർത്താവ് രാജാവായില്ലല്ലോ, അപ്പം തന്നത് കൊള്ളാം, പക്ഷെ രാജാവായില്ലല്ലോ, ഇനിയും ഈ തീവ് തോന്നമല്ലോ, ഇനിയും പണിക്ക് പോകണമല്ലോ, ഞങ്ങൾ ആശിച്ച കാര്യമൊന്നും നടന്നില്ലെന്നോ നിരാശയിലും ആശാഭംഗത്തിലുമാണ് അവർ വീട്ടിൽ പോയിരിക്കുന്നത്. ഇതെല്ലാം ശിഷ്യന്മാരിന്ന് പഠിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇതാ 4000 പേര് വന്നിരിക്കുന്നത്. അനങ്ങിയില്ല അവർ. ഈ പ്രാവശ്യം ഞങ്ങൾ ഈ ധ്യാനം കൂടുകയെന്ന് വിചാരിച്ചു. ഈ 12 പേരും കൂടെ ഇല്ല, 7 പേരേ ഉള്ളൂ. കുറേ പേരെ പിണങ്ങി പോയിട്ടുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ ഒഴിപ്പിച്ചതിന് ശേഷം ചിലർ ഇടറിപ്പോയി എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രസംഗമൊന്നും ചിലർക്ക് ഇഷ്ടം മനസ്സിലായില്ല, ഇടറിപ്പോയെന്നാണ് പറയുന്നത്. അപ്പം 5 അപ്പം കൊണ്ട് 5000 പേരെ ഒഴിപ്പിച്ചതിന്റെ പ്രത്യാഘാതങ്ങൾ അവർ 3 ഗ്രൂപ്പായിട്ടങ്ങ് മാറി. അവർക്ക് സന്തോഷമായി പോകാനൊത്തില്ല, ശരിക്കും ഉറങ്ങാനൊത്തില്ല. അസന്തുഷ്ടിയോടെ കിടന്ന ഉറക്കം വരികയില്ല. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ ഒഴിപ്പിച്ച് ആഹാരം കഴിച്ചവർക്കൊക്കെ അന്ന് കർത്താവിനോട് ശിഷ്യന്മാരും അതൃപ്തിയാണ് ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞോ കേട്ടില്ലല്ലോ, ആഹാരമൊക്കെ തന്നത് കൊള്ളാം, ഞങ്ങൾ പറഞ്ഞ തന്നെ കേൾക്കാൻ അസംതൃപ്തി. ശിഷ്യന്മാരെന്നെ ഞങ്ങളെ തന്നെ ഒരു കഷ്ണം ഞങ്ങളുടെ വായി വെച്ച് തന്നില്ലല്ലോ, ഞങ്ങളെ വേലയ്ക്ക് പറഞ്ഞു വിട്ട് ഞങ്ങൾ ക്ഷീണിച്ച് വന്നപ്പോൾ ഞങ്ങളെ കൂടെ ഒന്ന് കരുതണ്ടേ, ഈ ജനങ്ങൾ മാത്രം മതി, ഞങ്ങളും വേണ്ടേ
അവിടെ വരുമ്പോൾ അതാ ഒരു കഷ്ണം ഞങ്ങൾ കഴിക്കാനൊന്നുമില്ല, ഞങ്ങളെ വെള്ളത്തിലേക്ക് എന്ന് പറഞ്ഞു വന്നാൽ യേശുവും കൂടെ വരണ്ടായിരുന്നു കൂടെ. യേശു ഞങ്ങളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ട് മലയിലോട്ടം കയറിപ്പോയി. ഞങ്ങളെ കൂടെ എന്നാ മലയെ കൊണ്ടുപോകാൻ ഞാൻ എന്തെല്ലാം പരിഭവങ്ങളും പരാതികളുമാണ്. ഇതൊക്കെയല്ല വീട്ടിലും പള്ളിയിലൊക്കെ ഇപ്പോൾ നടക്കുന്നത്. വീട്ടിലും പള്ളിയിലും സ്ഥാപനങ്ങളിലും ധ്യാനമന്ദിരങ്ങളിലും ഒക്കെ ഇതുപോലെ വെറുതെറുപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും ജനറേഷൻ ഗ്യാപ്പും അവിടെയും ഉണ്ട്. കാര്യം എന്താ? പലതും നമ്മൾ മുൻകൈ എടുത്ത് ആഗ്രഹിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മുൻകൈ എടുത്ത് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഈ അവസ്ഥയിൽ നമ്മൾ എത്തിക്കും. നമ്മൾ ഒന്നിനും മുൻകൈ എടുക്കാതെ കർത്താവിൻ്റെ ഇഷ്ടം കൊണ്ട് നടക്കട്ടെ, കർത്താവിൻ്റെ പ്രസംഗം എപ്പോൾ തീരുന്നെന്ന് കാണട്ടെ, നമ്മളതിൻ്റെ കൂടെ കൂടിയേക്കാം. അങ്ങനെ 3 ദിവസം അവരിരുന്നു. അപ്പോൾ ഒന്നാമത്തെ അത്ഭുതവും രണ്ടാമത്തെ അത്ഭുതത്തിനിടയിൽ ഒരു ഇടവേളയുണ്ടായി. ഈ ഇടവേളയിൽ ഇവിടെ വിവേകം വർദ്ധിച്ചു, ഇവിടെ ബോധം വർദ്ധിച്ചു, ഇവിടെ പരിജ്ഞാനം വർദ്ധിച്ചു. അവർ ഈ പ്രാവശ്യം കർത്താവിൻ്റെ കൂടെ അങ്ങ് ഇരുന്നേക്കാൻ നമ്മൾ മുൻകൈയൊന്നും എടുക്കണ്ട. 3 ദിവസം ധ്യാനം അങ്ങ് തുടർന്നു. 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ കർത്താവാണ് പറയുന്നത്, 3 ദിവസമായി ഇവർ എൻ്റെ കൂടെ ഇരിക്കുന്നു, എനിക്ക് തൃപ്തിയായി. ഇനി അവർക്ക് ആഹാരം കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. കർത്താവ് ഉടനെ കണക്ക് കൂട്ടി, ഈ ജനത്തിൽ എൻ്റെ മനസ്സ് അലിയുന്നു, ഇതാ ഇവർ 3 ദിവസമായി എൻ്റെ അടുക്കൽ താമസിക്കുന്നു. കർത്താവിന് അങ്ങനെ ഒരു കണക്ക് നമ്മളെക്കുറിച്ച് പറയാനുണ്ടോ? 3 ദിവസമായി, 3 മണിക്കൂറായി, 3 ആഴ്ചയായി, 3 വർഷമായി അവരെൻ്റെ കൂടെ നടക്കുക, അവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അനേക വർഷമായി നമ്മൾ ധ്യാനം വന്നിട്ട് വരുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, നോയമ്പെടുക്കുന്നു. കർത്താവിന് ഇങ്ങനെ നമ്മളെക്കുറിച്ച് മനസ്സലിവ് തോന്നിയിട്ടുണ്ടോ? കർത്താവിന് നമ്മളെക്കുറിച്ച് മനസ്സലിവ് തോന്നത്തക്കണം കർത്താവ് മുൻകൈ എടുക്കുന്നവരെ നമ്മൾ വചനം കേട്ടിട്ടുണ്ടോ? വചനം വായിച്ചിട്ടുണ്ടോ? അതാ സംഗതിയുടെ കുഴപ്പം. അതുകൊണ്ട് ഈ വേദോസം കൊണ്ട് നടക്കാമെന്നുണ്ട്. നാളെ തരയായി വേദോസം മുഴുവൻ വായിക്കുക, വേദോസത്തിലെ വചനം മുഴുവൻ ധ്യാനിക്കുക, കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, കർത്താവിൻ്റെ കൊതി തീരുന്നവരെ ഇരിക്കുക. അതിനാണ് നമ്മളെ വിളിക്കുക. അവൻ്റെ കൂടെ ഇരിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുക. കർത്താവിന് കൊതി തീരുന്നവരെയും അവൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം അവൻ്റെ പ്രശ്നമായിക്കോളും. കർത്താവ് മുൻകൈ എടുക്കും. കർത്താവ് മുൻകൈ എടുക്കാത്തതിന് കാര്യം നമ്മൾ മുൻകൈ എടുത്തോണ്ടാ കർത്താവ് എന്നാൽ നിങ്ങൾ പോയി നോക്കെ എന്ന് പറഞ്ഞാൽ അഴിച്ചു വിട്ടിരിക്കുക. അപ്പോൾ ഇത്രയും നാളായിട്ട് കുടുംബജീവിതം നയിച്ച് സന്തോഷം ലഭിച്ചോ? ഭർത്താവായിരുന്നു, ഭാര്യയായിരുന്നു, മക്കളായിരുന്നു, ഉദ്യോഗസ്ഥനായിരുന്നു, ജോലിക്കാരനായിരുന്നു, ശമ്പളം വാങ്ങിച്ച് ആസ്വദിക്കാൻ ഒത്തോ? സ്വസ്ഥത ഉണ്ടായില്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ കർത്താവ് മുൻകൈ എടുക്കുന്നതിന് മുമ്പ് വചനം വിട്ടേച്ച്, ധ്യാനം വിട്ടേച്ച്, ആരാധന വിട്ടിട്ട് വചനം തള്ളിയിട്ട് എന്തെല്ലാം കാര്യത്തിൽ മുൻകൈ എടുത്തു, അതൊക്കെ നമ്മളെ ഓരോ ഗ്രൂപ്പിലാക്കും, തട്ടിലാക്കും. ആ പ്രശ്നമായിരുന്നു തീരേണ്ടത്. ഈ നോമ്പിൻ്റെ 11ാമത്തെ ദിവസത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്താനാണ് ഒന്നും കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്താൻ പോവുക. നമ്മൾ ഇത്രയും നാളും ദൈവം മനസ്സിലെന്ന് കല്യാണം നടന്നില്ലെങ്കിൽ, ജോലി കിട്ടിയില്ലെങ്കിൽ, ജോലി കിട്ടിയിട്ട് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ, ശമ്പളം കിട്ടിയിട്ടും തികയുന്നില്ലെങ്കിൽ, എത്ര കുടിച്ചിട്ടും കൊതി തീരുന്നില്ലെങ്കിൽ, എത്ര ലഹരി കഴിച്ചിട്ടും സ്വസ്ഥത ഉണ്ടാകുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന് ലഹരി കിട്ടുന്നില്ലെങ്കിൽ, നമ്മുടെ അസ്വസ്ഥ കണ്ടിട്ട് കർത്താവ് തീരുമാനിക്കും ഇവർ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ ലഹരി കൊടുത്താൽ എന്താണ്? പുതിയ വീഞ്ഞിന് ലഹരി ഇവർക്ക് കൊടുക്കണം. ഇവരുടെ അസുഖം എൻ്റെ അസുഖമാണ്, ഇവരുടെ പ്രശ്നം എനിക്ക് പരിഹരിക്കണം, ഇവർക്കൊരു ജോലി കൊടുക്കണം, ഇവർക്കൊരു ജീവിത പങ്കാളി വേണം. എന്താ കർത്താവാണ് തീരുമാനിക്കേണ്ടത്. കർത്താവ് തീരുമാനിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? കൂടെ ഇരിക്കണം. അപ്പോൾ കൂടെ ഇരിപ്പിൽ നിന്ന് മാത്രം കേസുണ്ടെന്ന് അറിയണം. ആ കേസ് തീർക്കുമ്പോൾ സ്വർഗ്ഗോടതി തുറന്നിട്ടിരിക്കുക, കർത്താവ് അവിടെ ഉണ്ട്. നമുക്ക് കർത്താവെ, ഞാൻ നിനക്ക് കൊതി തീരുന്നവരെയും ഞാൻ കൂടെ ഇരുന്നിട്ടില്ല, നിനക്ക് മനസ്സിൽ തോന്നുന്നവരെയും ഞങ്ങൾ നിന്റെ കൂടെ ഇരുന്നിട്ടില്ല. അവിടെയാണ് പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാൻ ഇതാ ഞങ്ങൾ നിന്നതിലിരിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നും ആവശ്യമില്ല, എഴുതി വെച്ചെല്ലാം കൂടെ മാറിയിരിക്കട്ടെ. കൂടെ ഇരിപ്പിന്റെ കുടിശ്ശിക തീർക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ പാവാതിന് പ്രാർത്ഥന നടത്താൻ പോവുക. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ പലയിടങ്ങളിൽ നിന്ന് ആകർഷിച്ചു വിടുന്ന കൊണ്ടുവന്നതിനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നതിനാണ് നന്ദി പറയുന്നു. പിതാവ് ഞങ്ങളെ എടുത്ത് പുത്രൻ്റെ കൊടുത്തിട്ട് ഞങ്ങൾ പുത്രനോട് ഇരിക്കാനുള്ളവരാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചതിനാണ് നന്ദി പറയുന്നു. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഈ ദൈവവിളി ബോധം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അസ്ഥാനത്ത് അയോഗ്യമായ എവിടെയൊക്കെയോ ഇരിക്കുകയും കിടക്കുകയും നടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നിൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മനസ്സിലിഞ്ഞ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ നിന്ന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരെ ഞങ്ങൾ കാത്തിരിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുമ്പോൾ ഞങ്ങളതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിതാവ് ഞങ്ങളെ ആകർഷിച്ച് പുത്രൻ്റെ അടുത്ത് എത്തിച്ച് അങ്ങനെ പുത്രൻ്റെ കൂടെ എത്ര നാളിരിക്കണമെന്നുള്ള കാര്യം അവിടുന്ന് മാത്രം അറിയുന്നു. ഞങ്ങൾ കിട്ടുന്ന സമയം മുഴുവനും വചനവുമായി നിൻ്റെ സന്നിധിക്കുമ്പോൾ വചനം ഞങ്ങളെ ഉള്ളവയിൽ വന്ന് യേശു ആയിട്ട് വളർന്നു വന്ന് ആ യേശുവിനെ സ്വർഗ്ഗാരോഹണം ചെയ്യിക്കുമ്പോൾ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വസ്ത്രം ധരിക്കുന്ന പോലെ ധരിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ കന്യമറിയാം വചനത്തിന് ശിശുവായി ഗർഭം ധരിച്ചതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണെന്നും ആ കന്യകയ്ക്ക് വചനം കേട്ട് ഗർഭിണിയാകാൻ കഴിയുമെന്നും അതിന് ഞങ്ങളുടെ പ്രാണക്കുട്ടികൾ ആൻപേടയെ പോലെ പൂർണ്ണ ദൈവസ്നേഹത്തിൽ പ്രതിബന്ധങ്ങളുടെ മുകളിലൂടെ എടുത്തു ചാടി സഹായം ലഭിക്കുന്നവർ അതിന് മുകളിൽ എത്തേണ്ടതാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനാണ് നന്ദി പറയുന്നു. ഇതിലൊക്കെയുള്ള പരാജയം ഞങ്ങൾ ക്ഷമിക്കുകയും ഇന്നു മുതൽ വിശുദ്ധ അപ്പോസ്തലന്മാരെ പോലെ ഞങ്ങളും കാത്തിരിക്കുന്നവരും ശക്തിയെ കുറിച്ച് എഴുന്നേൽക്കുന്നവരും ഓടുന്നവരും പ്രതിബന്ധങ്ങളുടെ മുകളിൽ കൂടെ ചാടുന്നവരും
ഗർത്തങ്ങളുടെ അക്കരെ കടക്കുവാൻ ഞങ്ങളുടെ കഷ്ടങ്ങളെയും സങ്കടങ്ങളെയും കുരിശിനെ പാലമാക്കുന്നവരുമാക്കിയിട്ട് ഞങ്ങളുടെ പ്രാണൻ യേശുവിനെ ധരിക്കുവാനുള്ള ആ നെയ്ത്തുശാലയിലെ നൂലായി മാറിയിട്ട് ഞങ്ങൾക്ക് യേശുവിനെ സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ഓടം കൊണ്ട് നെയ്തെടുത്ത് അങ്ങനെ കർത്താവിൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം അണിഞ്ഞെടുക്കുവാൻ, അത് നെയ്തെടുക്കുവാൻ കൊണ്ട് ഞങ്ങൾക്ക് ആരാധനയുടെയും സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ഓടം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സഭാജീവിതമാകുന്ന ആ നെയ്ത്തുശാലയിലൂടെ ഞങ്ങൾ നീതിയുടെ വസ്ത്രം നെയ്യുന്നവരും അത് ഉടുക്കുന്നവരും അത് കൊടുക്കുന്നവരും അത് അനേരെ അണിയിക്കുന്നവരുമായ ജനസാവിലടയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിക്കുവാനായിട്ട് തന്നെ.